ഐ മീൻ 18 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാൽ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പ് സിനിമയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഇടയ്ക്കാണ് സിനിമയുടെ ബഡ്ജറ്റും പുറത്ത് 120 മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഉപരി നോക്കുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, എന്താ പറയുക, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റും സിനിമയ്ക്കകത്ത് അണിനിരക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, സൈബർ ക്രൈം അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. ഒരു സ്പൈ ത്രില്ലറായിട്ടാണ് സിനിമ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സിനിമയുടെ കാസ്റ്റിംഗ്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമയുടെ സിനിമോട്ടോഗ്രാഫി, പടത്തിൻ്റെ മ്യൂസിക്, ആക്ടേഴ്സ് ചോയ്സ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഒരു ഹൂ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, എന്താ പറയുക, അത്യാവശ്യം കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്താ പറയുക, ഇതൊരു ഭയങ്കര ഒരു കമേഴ്ഷ്യൽ അങ്ങനെ ഒരു സിനിമയല്ല, ഒരു ക്ലാസിക് സ്പൈ ത്രില്ലർ എന്ന രീതിക്കൊക്കെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലറായിട്ട് കുറച്ച് റിയാലിറ്റി ആയിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക്